പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടവം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി ശ്രീ രാജേഷ് കെ മരങ്ങാട്ട് നമ്മളോടൊപ്പം സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നമ്മളോട് സംവദിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് രാജേഷ് കെ. എൻ്റെ വീട്ടുപേര് മരങ്ങാട്ട്. ഞാൻ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടവം ഡിവിഷനിലേക്ക് മത്സരിക്കുകയാണ്. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ ഡിവിഷനിൽ മത്സരിക്കുന്നത്. 2015 അന്ന് ഈ ഡിവിഷൻ്റെ പേര് ഇലങ്ങി എന്നായിരുന്നു. 2 വാർഡുകൾ വ്യത്യാസമുണ്ട്, 2 വാർഡുകൾ കൂടി ചേർന്നിട്ടുണ്ട്. ഇലങ്ങിയുടെ 2 വാർഡുകൾ അപ്പുറത്തേക്കും പോയി. നമ്മുടെ അന്ത്യാലിംഗ ഭാഗത്തുനിന്നും നമ്മുടെ പെരുമ്പളവത്തുനിന്നും ഓരോ വാർഡുകൾ കൂടുകയും ചെയ്തു. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പാമ്പാക്കുട ഡിവിഷൻ്റെ ഒരു ചിത്രം. അപ്പോൾ എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എൻ്റെ ചിഹ്നം താമരയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന UDF മുന്നണിക്ക് യാതൊരു തരത്തിലും പഞ്ചായത്തിൽ വോട്ട് തേടാനുള്ള അവകാശം ഇല്ല എന്നൊരു നിലപാടാണ് ഇവിടെ NDAയ്ക്കുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 76% ഫണ്ടുകൾ ലാപ്സാക്കി കളഞ്ഞൊരു ഭരണസമിതിയാണ് ഇലങ്ങി പഞ്ചായത്തിലെ UDFൻ്റെ ഭരണസമിതി. അതിനകത്ത് പ്രധാനമന്ത്രിയുടെ പദ്ധതികളുണ്ട്, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വിവിധ പദ്ധതികളിലെ ഫണ്ട് ലാപ്സാക്കി കളഞ്ഞവർക്ക് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ യാതൊരു അവകാശവും ഇല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. അതിന് കേവലം ഒരു 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, പ്രധാനമന്ത്രി പാവപ്പെട്ടവർക്ക് കുടിവെള്ളം സൗജന്യമായിട്ട് എല്ലാവർക്കും ലഭ്യമാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതി. അത് പ്രധാനമന്ത്രിയുടെ പദ്ധതി ആയതുകൊണ്ട് മാത്രം അതിനെ താളം തല്ലി ഇവിടെ അത് ഉപയോഗയോഗ്യമല്ലാതാക്കി മാറ്റുവാൻ പരമാവധി അവർ പരിശ്രമിച്ച് ഇവിടുത്തെ UDF ഭരണസമിതി അത് നിലംപരിശാക്കി എന്നുള്ളൊരു വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ബ്ലോക്ക് ഡിവിഷനിൽപ്പെട്ട 13-14 വാർഡുകളിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 റോഡുകൾ, ആ 2 റോഡുകൾ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക്ക് യോജനയിൽപ്പെടുത്തി ഫണ്ട് അനുവദിച്ചതാണ്. 3 വർഷമായിട്ട് ആ റോഡ് പൊളിച്ചിട്ടിട്ട് നന്നാക്കാൻ സാധിച്ചിട്ടില്ല. ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു മരിച്ചടക്കിനോ ഒരു കല്യാണത്തിനോ പോലും പോകാനുള്ള സാഹചര്യം 3 വർഷമായിട്ടില്ല എന്നുള്ളതും നമ്മൾ തീർത്തും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു കാരണവശാലും ഈ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ട് ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനം നടക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. എന്നിട്ട് അവർ അങ്ങേയറ്റം നുണപ്രചരണമാണ് ഈ വാർഡുകളിലെ ഈ സാധാരണക്കാരെ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന പുൽച്ചാടികളെ പോലെ ചാടിച്ചാടിയാണ് ആളുകൾ ആ റോഡുകളിൽ സഞ്ചരിക്കുന്നത്. പെരുമ്പടവത്തെ 13-14 വാർഡുകളിൽ ഒരു നാണവുമില്ലാതെ അവരുടെ പ്രചരണം വളരെ മോശമായ രീതിയിലാണ്. അതായത് ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് വരാത്തതുകൊണ്ടാണെന്നാണ് ഈ പാവങ്ങളെ പറഞ്ഞവർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ദീർഘിപ്പിക്കുന്നില്ല. വളരെ മോശമായ നുണപ്രചരണം നടത്തുന്ന ഈ ആളുകളെ പരാജയപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കൂടുതലൊന്നും പറയാനില്ല. താമര അടയാളത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് NDA സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക.